വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെലൈക്കൺ അമർത്തുക. ഗസയിലെ ദർ അൽ ബലയിൽ വീണ്ടും ഇസ്രായേലിന് ശക്തമായ വ്യോമാക്രമണം. പോളിയോ വാക്സിനേഷൻ ഇസ്രായേലിനെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുപറ്റി. ഇസ്രായേൽ കൽപ്പിച്ചു നൽകിയ സേഫ് സോണിലാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയും 43-ലധികം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഇസ്രായേൽ സേന അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിൽ 7-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 14 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടു. ഇസ്രായേലി സ്നൈപ്പേഴ്സിന്റെ വെടിയുണ്ട കുട്ടിയുടെ കഴുത്തിലൂടെ തുളച്ചു കയറിയാണ് നിഷ്കളങ്കനായ ആ കുട്ടി കൊല്ലപ്പെട്ടത്. തുൽക്കരാം അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. അതേസമയം ഇസ്രായേലിന്റെ നേർക്കുനേരെ പ്രതിരോധിച്ചു നിന്നിരുന്ന ഹമാസിന്റെ പോരാളികൾക്ക് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയതായി അറിയിച്ചു. തുൽക്കരമിൽ ഫലസ്തീൻ പോരാളികൾ ഇസ്രായേലി സൈനികരുമായി ഇപ്പോഴും കടുത്ത പോരാട്ടത്തിലാണ്. ഇതുവരെയുള്ള ആക്രമണത്തിൽ ഏകദേശം 30ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിനെ ആക്രമണ ലക്ഷ്യമായി കാണുന്നത് ഫലസ്തീൻ ഫൈറ്റേഴ്സിനെ കീഴടക്കുന്നതിന് വേണ്ടിയാണെന്നാണ്. എന്നാൽ ഇസ്രായേൽ സേനയുടെ മുഖ്യ ജോലി വെസ്റ്റ് ബാങ്കിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. റോഡുകളും വീടുകളുമാണ് അവർ തകർത്ത് കളയുന്നത്. ദുൽഖരം അഭയാർത്ഥി ക്യാമ്പിലെ ജനങ്ങൾക്ക് ഫലസ്തീൻ ഫൈറ്റേഴ്സിനോട് ആഭിമുഖ്യമുണ്ടെന്ന് പറഞ്ഞാണ് അഭയാർത്ഥി ക്യാമ്പിനെ ഇസ്രായേൽ ഇത്രമാത്രം ആക്രമിക്കുന്നത്. തുൽഖരം അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും തന്റെ പിതാവിന്റെ കൂടെ പള്ളിയിലേക്ക് പോകുമ്പോഴായിരുന്നു ഇസ്രായേലി സ്നൈപ്പേഴ്സ് കുട്ടിയുടെ കഴുത്തിന് നേരെ വെടിവെച്ചതും കുട്ടി കൊല്ലപ്പെട്ടതും. ആക്രമണത്തിൽ കുട്ടിയുടെ പിതാവിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. തുൽക്കരാം റെഫ്യൂജി ക്യാമ്പിൽ ആക്രമണം നടത്തി പിൻവാങ്ങിയ സൈന്യം വീണ്ടും തിരികെ നടത്തിയ ആക്രമണത്തിലാണ് 14കാരൻ കൊല്ലപ്പെട്ടത്. ഫലസ്തീനികൾക്കിടയിൽ ഒരു ഭയമുണ്ടാക്കിയെടുക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ആ ഭയം ഇസ്രായേലിന്റെ സുപ്രീമസി അംഗീകരിക്കുന്നതിനും അതുവഴി അവരുടെ ആധിപത്യം നിലനിർത്തുന്നതിനുമാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൽ ഏറെക്കുറെ ഗസയോട് വിട പറയാൻ ആഗ്രഹിക്കുമ്പോഴും യുദ്ധം കടുപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. തകർക്കപ്പെട്ട ഗസയിലേക്ക് വെസ്റ്റ് ബാങ്കിലെ പലസ്തീനികളെ ആട്ടിയോടിച്ചുകൊണ്ട് അവരുടെ വീടുകളും വസ്തുവകകളും അനധികൃത കുടിയേറ്റക്കാർക്ക് വീതം വെച്ചുകൊടുത്ത് അവിടം ഒരു പരിപൂർണ്ണ ഇസ്രായേൽ ദേശമാക്കി മാറ്റാനുള്ള ഗൂഢലക്ഷ്യമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ നാറിയ കളികളുമാണ് ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ വിശാലമായ ഒരു ഇസ്രായേലിന്റെ രൂപീകരണം ഈ യുദ്ധത്തിലൂടെ നെതന്യാഹു സാധ്യമാക്കുകയും ചെയ്യും. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ണുപൊത്തിച്ചിരിക്കുകയും ചെയ്യും. അറബ് രാജ്യങ്ങൾ ഇതിനെല്ലാം മുഖസാക്ഷികളുമാകും. ദുർബലരായ ഫലസ്തീനികൾ അവശേഷിക്കുന്ന ഭാഗങ്ങളിൽ പുഴുക്കളെ പോലെ ജീവിച്ചിരിക്കുകയും ചെയ്യും. ഒരു കാര്യം തീർച്ചയാണ്, ഈ യുദ്ധം ഇതേ നിലയിൽ മുന്നോട്ട് പോയാൽ ഫലസ്തീൻ രാജ്യമെന്ന ഫലസ്തീനി അറബികളുടെ സ്വപ്നം വെറും സ്വപ്നം മാത്രമായി മാറുകയും വിശാല ഇസ്രായേൽ ദേശമെന്ന ഇസ്രായേലിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും സ്വപ്നം പൂവണിയുകയും ചെയ്യും. ഫലസ്തീൻ പ്രദേശത്തിന്റെ വലിയ ഭാഗം ഭൂമിയും ഇസ്രായേൽ സെറ്റിലേഴ്സിന്റെ കൈകളിലൂടെ ഇസ്രായേലിൻ്റെതായി മാറാൻ ഇനി കുറച്ചു നാളുകൾ മാത്രം മതിയാകും. മതഭ്രാന്തരായ ഇസ്രായേലിന്റെ യുദ്ധം 6 ലക്ഷത്തിലധികം വരുന്ന ഫലസ്തീൻ കുരുന്നുകളുടെ സ്കൂൾ വിദ്യാഭ്യാസമാണ് കഴിഞ്ഞ വർഷം ഇല്ലാതാക്കിയത്. ഗസയിലെ മിക്കവാറും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളായി മാറിയിരുന്നെങ്കിലും പിന്നീട് ആ അഭയാർത്ഥി ക്യാമ്പുകളും ഇസ്രായേൽ ബോംബിനിരയാക്കിയതിനാൽ ഗസയിലെ കുട്ടികൾക്ക് ഗസയിൽ ഇനി സ്കൂൾ എന്ന് പറയാൻ വിരലിൽ എണ്ണാവുന്നവ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ യുദ്ധം അവസാനിച്ചാലും ഗസയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു ഞാണിന്മേൽ കളിയായിരിക്കും എന്നതിൽ സംശയമില്ല. യുദ്ധം ഒരു രാജ്യത്തെ നിഷ്കളങ്കരായ മനുഷ്യരെ കൊല്ലുക മാത്രമല്ല ചെയ്യുക, നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളി നീക്കുക കൂടിയാണ് ചെയ്യുന്നത്. നാളെ വല്ല ഡോക്ടറും എഞ്ചിനീയറും ആവേണ്ട കുട്ടികൾ ചിന്തിക്കുക എങ്ങനെ ഈ ലോകത്തെ നശിപ്പിച്ചില്ലാതാക്കാനാവുമെന്നായിരിക്കും. അതായത് യുദ്ധം ഒരു ജനതയെ ഇല്ലാതാക്കുന്നതോടൊപ്പം ഒരു വലിയ സംസ്കാരത്തെ തച്ചുടക്കുക കൂടി ചെയ്യുമെന്നർത്ഥം. ഗസയിലെ സ്കൂളുകളിൽ പോകേണ്ട കുട്ടികൾ ഇന്ന് ഗൃഹപാഠമാക്കുന്നത് എങ്ങനെ അതിജീവിക്കണമെന്നാണ്. ഈ സ്കൂളുകളിൽ സ്പോർട്സിനും മറ്റു ആക്ടിവിറ്റീസുകളിലും മുഴുകേണ്ട കുട്ടികൾ മുഴുവൻ സമയവും ഒരു കനാൽ ശുദ്ധജലത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും പരക്കം പായുകയും ക്യൂ നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇതുവരെ ആടിയുലഞ്ഞ ബന്ധം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുവാൻ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് സിസി ഒരു ദശാബ്ദത്തിന് ശേഷം ബുധനാഴ്ച തുർക്കി സന്ദർശിക്കുന്നു. 2014 സിസി അധികാരത്തിലേറിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമായിരിക്കാം ഇത്. മെഡിറ്ററേനിയൻ തീരത്തെ 2 പ്രബല ശക്തികൾ ഒരു ദശാബ്ദത്തിന് ശേഷം വീണ്ടും കൈകോർക്കുകയാണ്. 2013 ജനാധിപത്യ രീതിയിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുർസിയെ അബ്ദുൽ ഫത്താഹ് സിസിയുടെ നേതൃത്വത്തിൽ നടന്ന പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കിയതാണ് തുർക്കിയും ഈജിപ്തും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. ഇത് ഈജിപ്തിലെ പുതിയ ഭരണാധികാരികൾക്കെതിരെ തുർക്കി പ്രസിഡന്റിന്റെ കടുത്ത വിമർശനത്തിന് കാരണമായി. ഇതോടുകൂടി ഈജിപ്ത് തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ തുർക്കി ഇടപെടുന്നതായി കുറ്റപ്പെടുത്തി. തുടർന്ന് ഇരുഭാഗവും പരസ്പരം വടക്കേ ആഫ്രിക്ക, കിഴക്കൻ മെഡിറ്ററേനിയൻ, ആഫ്രിക്ക മുഴുവനായും മത്സര ക്യാമ്പുകൾ കണ്ടെത്തി.
പിന്നീട് ഈ വിള്ളൽ ഇരുപക്ഷത്തിനും അവരുടെ നിലനിൽപ്പുകളിൽ പുനർവിചിന്തനം ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇപ്പോഴുള്ള ഈ കൂടിച്ചേരലിന്റെ പ്രധാന കാരണം ഇസ്രായേലിന്റെ ഗസയ്ക്ക് മീതെയുള്ള കടന്നുകയറ്റം തന്നെയാണ്. കഴിഞ്ഞ വർഷം യുദ്ധം ആരംഭിച്ചത് മുതൽ തുർക്കിയും ഈജിപ്തും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലുകൾ കൂടുതൽ പ്രാധാന്യത്തോടെ വർദ്ധിച്ചു വരികയായിരുന്നു. തുർക്കിയുടെയും ഈജിപ്തിന്റെയും വിദേശകാര്യമന്ത്രിമാർ ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിൽ പല പ്രാവശ്യം ഒത്തുചേർന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് തന്നെ വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രപ്രധാന ആക്ഷൻ കൗൺസിൽ ആരംഭിക്കാൻ ഇരുവിഭാഗം തീരുമാനിച്ചു. ഗസയിലെ യുദ്ധം അനിശ്ചിതമായി തുടരുമ്പോൾ ഈ ഐക്യപ്പെടൽ ഇസ്രായേലിനെതിരെ പുതിയൊരു ശാക്തിക ചേരി രൂപപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കണം. വേണ്ടി വന്നാൽ ഇസ്രായേൽ ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറാനും തുർക്കി മടിക്കുകയില്ലെന്ന് റജബ് തയ്യിബ് ഉർദുഗാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതേസമയം ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടത്തിയ നിരവധി ഇസ്രായേലികളെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെക്കണമെന്ന് തന്നെയാണ്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഹമാസിന്റെ നേതാക്കന്മാർക്കെതിരെ ക്രിമിനൽ ചാർജ് ചുമത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹമാസ് നേതാവ് യഹിയ സിൻവാർ ഉൾപ്പെടെ 5 സീനിയർ അംഗങ്ങൾ ഉൾപ്പെടും. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൊലയ്ക്കും അതിക്രമങ്ങൾക്കുമെതിരെയാണ് കേസ്. അതേസമയം ഹമാസ് നേതൃത്വം ഹമാസിന്റെ പോരാളികൾക്ക് നിർദ്ദേശം നൽകിയത് ഇസ്രായേൽ സൈന്യം ബന്ദികളെ കണ്ടെത്തുമെന്ന് ഉറപ്പായാൽ അവരെ കൊന്നുകളയണമെന്നാണ്. കഴിഞ്ഞ ദിവസം മരിച്ച 6 പേരും അത്തരത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് സംശയിക്കുന്നുണ്ട്. ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും യുദ്ധം നീളുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ബന്ദികളെ ഇസ്രായേൽ സേന രക്ഷപ്പെടുത്തി കൊണ്ടുപോകാതിരിക്കാനാണിത്. ഈ പ്രഖ്യാപനത്തോടെ ഇസ്രായേൽ ഭരണകൂടം വല്ലാതെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈനിക നടപടിയിലൂടെ ബന്ദികളെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത്.